കട്ട്ലറ്റിനൊപ്പമോ വറുത്ത മീനിനോ ബീഫിനോ ഒപ്പമോ അതുമല്ലെങ്കിൽ ബിരിയാണി, ഫ്രൈഡ് റൈസ്, നൂഡിൽസ് ഇവയ്ക്കൊക്കെ ഒപ്പം സൈഡായിട്ടോ ഉപയോഗിക്കാവുന്ന ഒരു അടിപൊളി പിക്കിൾഡ് അനിയൻ റെസിപ്പി ആയിട്ടാണ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത്. പിക്കിൾഡ് അനിയൻ പല രീതിയിൽ തയ്യാറാക്കാൻ പറ്റും. അതിലൊന്ന് ഇന്നത്തെ വീഡിയോയിൽ കാണാം. അതിനു മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് ഓൾ ഓപ്ഷൻ ചൂസ് ചെയ്യാനും മറക്കല്ലേ. പിക്കിൾഡ് അനിയൻ തയ്യാറാക്കാനായിട്ട് നമ്മളിവിടെ ഒരു വലിയ സവാളയാണ് എടുത്തിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് വട്ടത്തിലോ നീളത്തിലോ അരിഞ്ഞെടുക്കുക. സാധാരണ കറിക്കൊക്കെ അരിയുന്ന കണക്കിനുള്ള കനം മതി. ഒട്ടി നിൽക്കുന്നതൊക്കെ ഒന്ന് സെപ്പറേറ്റ് ആക്കിയെടുക്കാം. ഇതിനി ബ്ലാഞ്ച് ചെയ്യാനാണ്, അതായത് ചൂടുവെള്ളത്തിലിട്ട് ജസ്റ്റ് ഒന്ന് വാട്ടുന്നേ ഉള്ളൂ. അതിനായിട്ട് സവാള മുങ്ങാൻ ആവശ്യത്തിനുള്ള വെള്ളം എടുത്ത് തിളപ്പിക്കുക. വെള്ളം നല്ലപോലെ തിളച്ചു. ഇനി ഇത് നേരെ സവാളയിലേക്ക് ഒഴിക്കുക. സവാള ഈ വെള്ളത്തിൽ നല്ലപോലെ മുങ്ങിക്കിടക്കണം. ഒരേ ഒരു മിനിറ്റ് മാത്രം ഇങ്ങനെ ചൂടുവെള്ളത്തിൽ കിടന്നാൽ മതിയാവും. ഇങ്ങനെ ചെയ്യുമ്പോൾ സവാളയുടെ കുത്തൽ മാറും, എന്നാൽ അതിൻ്റെ ക്രിസ്പിനെസ് പോവില്ല. അങ്ങനെ കിട്ടാനാണ് ഒരേ ഒരു മിനിറ്റ് ഇട്ടാൽ മതി എന്ന് പറയുന്നത്. ഇത് വെന്തു പോകരുത്. ഒരു മിനിറ്റ് ആകുമ്പോൾ സവാള വെള്ളത്തിൽ നിന്ന് മാറ്റുക. ഇതിന് നമ്മൾ സ്റ്റോർ ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഗ്ലാസ് ജാറിലേക്ക് മാറ്റുകയാണ്. ഇതിപ്പോൾ സവാള മാത്രമല്ല, ചെറിയുള്ളി ഇതുപോലെ ചെയ്യാൻ പറ്റുമേ. പക്ഷേ ചെറിയുള്ളി ആവുമ്പോൾ ഇങ്ങനെ അരിയണമെന്നില്ല, ജസ്റ്റ് 1-2 കട്ട് ഇട്ട് കൊടുത്താൽ മതി. അതുപോലെ ചെറിയ ഉള്ളി ഇങ്ങനെ ബ്ലാഞ്ച് ചെയ്യേണ്ട കാര്യവുമില്ല. ഇനി ഇതിൽ നിറയ്ക്കേണ്ട മിക്സ് തയ്യാറാക്കാം. 1/2 കപ്പ് വിനാഗിരി. ഞാനിവിടെ ആപ്പിൾ സൈഡർ വിനീഗറാണ് ഉപയോഗിക്കുന്നത്. അത് തന്നെ ഉണ്ടേ നല്ലതാണ്, ഇല്ലെങ്കിൽ നോർമൽ വൈറ്റ് വിനീഗർ ഉപയോഗിച്ചാലും മതി. 1/2 കപ്പ് വെള്ളം, തിളപ്പിച്ചാറിയ വെള്ളം തന്നെ എടുക്കുക. 1/2 ടീസ്പൂൺ ഉപ്പ്, അല്ലെങ്കിൽ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ചിട്ടുള്ള ഉപ്പ്. 2 ടേബിൾ സ്പൂൺ പഞ്ചസാര. ഇത്രയും പഞ്ചസാര ഇടുമ്പോൾ മധുരമായി പോകുമെന്ന് വിചാരിക്കേണ്ട. ഉപ്പും വിനാഗിരിയുടെ പുളിയും എല്ലാം കൂടി ആവുമ്പോൾ ആ ടേസ്റ്റ് ബാലൻസ് ആയിക്കോളും. നല്ലപോലെ മിക്സ് ചെയ്യാം. പഞ്ചസാരയൊക്കെ നല്ലപോലെ ഒന്ന് അലിഞ്ഞു വരണം. ഈ സവാളയിലേക്ക് ഒരു വറ്റൽമുളക് കൂടി ചേർക്കുകയാണ്. ഇതില്ലാതെയും തയ്യാറാക്കാൻ ടേസ്റ്റിന് ഒരു കുറവും വരില്ല. മാത്രമല്ല ഒരു വറ്റൽമുളക് കൊണ്ട് വലിയ എരിവൊന്നും ഉണ്ടാകില്ല. പൊടിക്കൊരു ഫ്ലേവർ കൊണ്ടുവരുന്നേ ഉള്ളൂ. എരിവ് വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകിൽ നിങ്ങൾ കൂടുതൽ വറ്റൽമുളക് ചേർക്കണം, അല്ലെങ്കിൽ പച്ചമുളക് അരിഞ്ഞിടാം. അത് നിങ്ങളുടെ ആവശ്യം പോലെയാണ്. ചോറിൻ്റെ കൂടെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ കുറച്ച് എരിവുള്ളതാണ് നല്ലത്. അല്ല, നല്ല എരിവുള്ള കട്ട്ലറ്റിൻ്റെയോ വറുത്ത മീനോ ഇറച്ചിയുടെയോ ഒക്കെ കൂടെ ആണെങ്കിൽ ഞാൻ ഈ തയ്യാറാക്കുന്നത് പോലെ തന്നെ ചെയ്യുന്നതാണ് നല്ലത്. ഇനി ഈ വിനാഗിരിയും വെള്ളമൊക്കെ ചേർന്ന ഈ മിക്സ് നമുക്ക് ജാറിലേക്ക് ഒഴിച്ചു കൊടുക്കാം. സവാള ഇതിൽ മുങ്ങിക്കിടക്കണം. ഈ മിക്സ് നിങ്ങൾക്ക് തികയാതെ വരുവാണെങ്കിൽ ഒരേ അളവിൽ വെള്ളവും വിനാഗിരിയും വീണ്ടും മിക്സ് ചെയ്ത് സവാള മുങ്ങുന്ന കണക്കിന് ഒഴിച്ചു കൊടുക്കുക. അങ്ങനെ പിക്കിൾഡ് അനിയൻ്റെ ആദ്യത്തെ ഘട്ടം കഴിഞ്ഞു. ഇനി ഇത് എയർ ടൈറ്റായിട്ട് അടച്ചു വെച്ച് ഫ്രിഡ്ജിൽ വേണം സൂക്ഷിക്കാൻ. 2 ദിവസമെങ്കിലും ഇങ്ങനെ ഇരുന്ന് ഇത് അബ്സോർബ് ആകണം, എന്നാലേ പിക്കിൾഡ് അനിയൻ റെഡി ആവുള്ളൂ. ഇതിപ്പോൾ 2 ദിവസത്തിന് ശേഷമാണ്. 2 ദിവസം കൊണ്ട് വിനാഗിരിയൊക്കെ നല്ലപോലെ അബ്സോർബായി. സവാളയുടെ ആ പിങ്ക് കളറൊക്കെ അതിൻ്റെ വെള്ള ഭാഗത്തേക്കും അതുപോലെ വിനാഗിരിയിലേക്കൊക്കെ ഇറങ്ങി. അങ്ങനെ നമ്മുടെ പിക്കിൾഡ് അനിയൻ റെഡി. ഇതിന് വറുത്ത മീനിൻ്റെയോ ചിക്കൻ്റെയോ അല്ലെങ്കിൽ നമ്മുടെ ബീഫ് ഫിംഗർ ഫ്രൈസിൻ്റെയോ ഒക്കെ കൂടെ കഴിച്ചു നോക്കണം. ഒരു ഒന്നൊന്നര ടേസ്റ്റാണ്. അതുപോലെ കട്ട്ലറ്റിനൊപ്പവും അടിപൊളിയാണ്. നിങ്ങൾക്ക് തീർച്ചയായും ഇഷ്ടപ്പെടും. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായങ്ങൾ അറിയിക്കുക. ഈ പിക്കിൾഡ് അനിയൻ കൂട്ടി കഴിക്കാൻ പറ്റിയ കുറച്ച് റെസിപ്പികളുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം, നോക്കാൻ മറക്കല്ലേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സായിട്ട് ഷെയർ ചെയ്യാനും മറക്കല്ലേ. താങ്ക്